ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എങ്ങനെ റോസ്മേരി വാട്ടർ തയ്യാറാക്കാമെന്ന്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുറഞ്ഞ് വരുവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇപ്പം എല്ലാവരും പറയുമല്ലേ റോസ്മേരി വാട്ടർ നല്ലതാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. സോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുവാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, റോസ്മേരി ലീവ്സ്. അതിൻ്റെ കൂടെ കിട്ടിയതാണ് സ്പ്രേ ബോട്ടിലും. സോ ഞാൻ റോസ്മേരി ലീവ്സ് ഒരു 2 ടീസ്പൂൺ എടുത്ത് ആ സ്പ്രേ ബോട്ടിലിൻ്റെ അളവിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിനെ സോക്ക് ചെയ്ത് വെക്കണം. ഒരു മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇനി അടുപ്പ് 1 മണിക്കൂർ കഴിഞ്ഞ് ഈ അടുപ്പിൽ തിളപ്പിക്കാം. ഇനി തിളച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം, തണുക്കാൻ മാറ്റി വയ്ക്കണം. ഇനി തണുത്തതിന് ശേഷമാണ് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിന് മുമ്പ് നമുക്ക് ഈ ലീവ്സ് ഒന്ന് അരിച്ചെടുക്കണ്ടേ, വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇവിടെ അരിപ്പ് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യുന്നത്. എന്നിട്ടും കുറച്ച് ലീവ്സ് വീഴുന്നുണ്ട്. സാരമില്ല, നമുക്ക് കൈകൊണ്ട് പറയുക. എനിക്കിവിടെ അരിപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല കോട്ടൺ വെള്ള തുണി ഉപയോഗിച്ചോ അരിച്ചെടുക്കണം. ഞാൻ ഇവിടെ അരിപ്പ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് അടുത്തത്. ഇനി സ്പ്രേ ബോട്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമുക്കത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങളത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പം മസാജും കൂടെ ചെയ്യണം സ്കാൽപ്പിൽ. അപ്പോഴേക്കും ഗുണം കൂടുതൽ കിട്ടുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ റോസ്മേരി വാട്ടറിൻ്റെ റിസൾട്ട് ഞാൻ 1 മാസം ശേഷം പറയുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ തന്നെ. പിന്നെ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മുടി നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യാൻ വേണം. മുടിയെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. പിന്നെ അത് പോരാഞ്ഞിട്ട് സ്ട്രെസ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രെസ്സ് കാരണമാണ് കേട്ടോ ഇത്രയും മുടി കൊഴിയാൻ കാരണം. സീരിയസ്ലി വേറെ അത് തന്നെയാണ് മെയിൻ കാരണം, സ്ട്രെസ്സ് കാരണം. ഇപ്പോഴും സ്ട്രെസ്സിന് കുറവൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെസ്സ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ജസ്റ്റ് ഒരു 1 hour നടന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.